Good afternoon. Good afternoon, Miss. Okay. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണേ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഊണൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരുടെ? കഴിഞ്ഞു മിസ്. എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? നന്നായിട്ടുണ്ട് മഴ. മിസ് ഫുഡ് കഴിച്ചോ? ആ, കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. മഴയില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ശരി, നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ മ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കണില്ലേ? നോക്കണം കേട്ടോ, വായിച്ചു നോക്കണം. എക്സാമിന്റെ ടൈമിലേക്ക് ലാസ്റ്റത്തേക്കായിട്ട് മാറ്റി വെക്കരുത് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഡയാലിസിസ് സർവീസസിനകത്ത് ഹീമോ ഡയാലിസിസ് എന്താണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. പിന്നെ ഡയാലിസിസ് സെന്റർ എന്താണ്, അല്ലെ? ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. പിന്നെ ഒരു ഡയാലിസിസ് ഏരിയക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഓരോന്നിന്റെയും ഒത്തിരി അബ്രീവിയേറ്റഡ് ഫോംസുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ പഠിച്ചു വെക്കണം. HT എന്ന് പറഞ്ഞാൽ ഹീമോ ഡയാലിസിസ് ആണ്. PD പെരിറ്റോണിയൽ ഡയാലിസിസ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ, സംശയം തോന്നരുത്. അതുപോലെ തന്നെ CAPD, CCPD, IPD, CRRT, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറെ അബ്രീവിയേറ്റഡ് ഫോംസ് ആ ചാപ്റ്ററിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. പിന്നെ ഹീമോ ഡയാലിസിസിന്റെയും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെയും സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഓക്കെ, അതൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഈ കുറച്ചും കൂടെ ഭാഗമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. അവിടെ തൊട്ടാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ഡയാലിസിസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഓരോ പോയിന്റുകൾ നോക്കാം കേട്ടോ. ആദ്യം പറയുന്നത് എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ് ഓർ റിലേറ്റീവ് ഹാസ് ദ ഫോളോയിങ് റൈറ്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ഡയാലിസിസ് സെന്റർ കേട്ടോ. അപ്പോ നമുക്കറിയാം, ഒരു ഡയാലിസിസ് സെന്റർ അല്ലെങ്കിൽ ഒരു ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പേഷ്യന്റിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ക്ലയൻസ്, അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അവർക്കൊക്കെ അവരുടേതായ ചില റൈറ്റ്സ് ഉണ്ട്, എന്നുവെച്ചാൽ അവരുടേതായ അവകാശങ്ങളുണ്ട്. ഈ പറയുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് ഡയാലിസിസുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല കേട്ടോ. എല്ലാ പേഷ്യൻസിന്റെയും
റൈറ്റ്സിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, രോഗികൾക്ക് അതൊക്കെ നിങ്ങൾ ഇനി 3rd, 4th മൊഡ്യൂളിലോട്ടൊക്കെ വരുമ്പോൾ പഠിക്കാനുണ്ട്. പേഷ്യൻസിന്റെ റൈറ്റ്സ് എന്നും പറഞ്ഞ് പഠിക്കാനുണ്ട്. രോഗികൾക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് കുറച്ച് അവകാശങ്ങൾ, പേഷ്യൻസിന്റെ കുറച്ച് റൈറ്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റ്സുകളൊക്കെ കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യണം ഈ പറയുന്ന പേഷ്യൻസിന്റെ റൈറ്റ്സുകൾ എല്ലാം തന്നെ അവിടെ പാലിക്കുന്നുണ്ടോ. ഓക്കെ, അത് നോക്കേണ്ടത്, അത് വെരിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് റൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ about the nature, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഈ പറയുന്ന രോഗികളുടെ അവരുടെ ഡിസീസ് നേച്ചർ അല്ലെ, അവരുടെ അസുഖത്തിന്റെ അവസ്ഥ എന്താണ്, കോസ് ഓഫ് ഇൽനെസ് അല്ലെ, അവരുടെ അസുഖത്തിന്റെ കാരണം എന്താണ്, അതുപോലെ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, അവർക്കായിട്ട് ഡോക്ടേഴ്സ് നിശ്ചയിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ എന്തൊക്കെയാണ്, എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ഒരു ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, എന്ത് ഔട്ട്കംസ് ആണ് അവർ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ, അതുപോലെ ലൈക്ലി കോംപ്ലിക്കേഷൻസ്, അതായത് ഓരോ ചികിത്സ നമ്മൾ ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ ചില കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് അലോപ്പതിക് ട്രീറ്റ്മെന്റുകളാണ്, അപ്പൊ അതിന് അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അതിന്റെ ബെനിഫിറ്റുകൾ മാത്രമല്ല, അതിന്റെ കോംപ്ലിക്കേഷൻസും കൂടെ എന്ത് വേണം, അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അതായത് ഓരോ രോഗികൾക്കും അവരുടെ അസുഖത്തിന്റെ നേച്ചർ എന്താണ്, അതുപോലെ അവരുടെ അസുഖ കാരണം എന്താണെന്നും അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണ്, അതിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, എന്ത് ഔട്ട്കംസ് ആണ് അവർ അതിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഈ പറയുന്ന എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിന്റെ സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി എല്ലാത്തിനെയും പറ്റി ഒരു ആംപിൾ ഇൻഫർമേഷൻ, കൃത്യമായിട്ടുള്ള ആവശ്യത്തിനുള്ള വിവരങ്ങൾ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവരുടെ അസുഖത്തെ പറ്റി അറിയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ റൈറ്റ്സുകൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അതൊരു റൈറ്റ് ആണ് പറഞ്ഞത്, പേഷ്യന്റിന്റെ ഒരു റൈറ്റ് ആണ്. അവർക്കത് അറിയാനുള്ള അവകാശമുണ്ട്. അതിനെപ്പറ്റി അവർ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നുണ്ടോ, അവർക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പോയിന്റ് ഓക്കെ ആണല്ലോ? മനസ്സിലായോ? ഉദ്ദേശിച്ച കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: patient has the right to know the bill, so the expected cost of treatment should be discussed before treatment. അതായത് പേഷ്യൻസിന് അവരുടെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ബില്ലുകൾ അറിയാനുള്ള ഒരു അവകാശം പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഏകദേശം എക്സ്പെക്ടഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം അല്ലെ. അവർ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് ഏകദേശം എത്ര ചെലവ് വരും അല്ലെ, എത്ര കോസ്റ്റ് ആവും എന്നത് അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ അത്തരം ആ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റിനെ പറ്റിയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഈ പറയുന്നതൊക്കെ പേഷ്യന്റിന്റെ റൈറ്റ്സ് ആണ്. അതവിടെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ സർജറി ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മളിപ്പോ ഒരു സ്പെസിഫിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ രോഗിയുടെ സമ്മതം അവിടെ ആവശ്യമാണ് അല്ലെ. രോഗിയുടെ സമ്മതം ഇല്ലാതെ നമുക്ക് ഒരിക്കലും അവരുടെ ഒരു ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ടെസ്റ്റ് ആണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതിന് മുമ്പ് നമ്മൾ രോഗിയുടെ പൂർണ്ണ സമ്മതം നമ്മൾ നേടിയിരിക്കുന്നത് പറയുന്നുണ്ട്. ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ എന്നാണ് പറഞ്ഞത്. കൺസെന്റ് പ്രയർ എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താണ്? നമ്മൾ തുടക്കം ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ, രോഗികളോട് നമ്മൾ എല്ലാ വിവരങ്ങളും അവരെ അറിയിക്കണം. അതായത് അവർക്ക് അവരുടെ അവസ്ഥ എന്താണെന്നും അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബെനിഫിറ്റുകൾ ആയിക്കോട്ടെ, മറ്റു പല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്കുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവർ കൊടുക്കുന്ന സമ്മതമാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി മനസ്സിലാക്കി കൊടുക്കുക. അതെല്ലാം കേട്ടിട്ട് വേണം പേഷ്യൻസിന് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുക, അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അത് മനസ്സിലാക്കി അവർ കൊടുക്കുന്ന സമ്മതം ഉണ്ടല്ലോ, അതാണ് അവിടെ ഇൻഫോർമഡ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ചില അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു ബോധിപ്പിച്ച് അവർക്കൊരു സമ്മതത്തിന് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നേടുന്ന സമ്മതമല്ല, എല്ലാത്തിനെയും പറ്റി ക്ലിയർ കട്ട് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നേടുന്ന സമ്മതം. അതാണ് ഇൻഫോർമഡ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു കൺസെന്റ് അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മേടിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓർ ട്രീറ്റ്മെന്റ്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ സർജറിക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ സമ്മതം ചോദിക്കണം. അവരൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഫോർത്ത് പോയിന്റ് ഇതാണ്. ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? അതായത് ഇപ്പൊ ഒരു രോഗിക്ക് മറ്റൊരു ഡോക്ടറിൽ നിന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള ചാൻസ് അവർക്കുണ്ട്, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പൊ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ മാത്രം നിർദ്ദേശങ്ങള് അത് അങ്ങനെ നിർബന്ധമില്ല. അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് മറ്റൊരു ഡോക്ടറെ കാണാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. അപ്പൊ അതിനായിട്ട് നിലവിൽ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകളും ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് വലിയ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും എന്ത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ്. അത് 2-3 ഒപ്പീനിയൻസ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ചിലവരൊക്കെ നമുക്ക് അസുഖം എന്ന് കാണുമ്പോൾ ഉടനടി സർജറി ഒക്കെ ചിലർ പറയാറുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളത് കേട്ട് ടെസ്റ്റ് ആവാതെ നമ്മളൊരു 2-3 ഒപ്പീനിയൻസ് എപ്പോഴും എടുക്കുന്നത്, പലരിൽ നിന്നുമായിട്ട് ഒപ്പീനിയൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആക്കിയ ഒരു പേഷ്യന്റിന്റെ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അതിനുള്ള അവകാശം പേഷ്യന്റിന്റെ റൈറ്റ് തന്നെയാണ്, അതിന്റെ അവകാശമാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു പേഷ്യന്റിന് മറ്റൊരു ഡോക്ടറിൽ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള അവസരമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിലവിലെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളും ഇൻഫർമേഷൻസും നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? ആ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ അവര് വേറൊരു ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടോ സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വിചാരിച്ച് അവർക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും കൊടുക്കാതിരിക്കരുത്. അതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് അവരുടെ റൈറ്റ് ആണ്. അത് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കാവുന്നതാണ് പറയുന്നത് കേട്ടോ. To seek a second opinion from a proper division of the patient's choice with the records and information being provided by the treating hospital. Okay, clear ആണല്ലോ? അടുത്തത് കേട്ടോ, 5ാമത്തെ പോയിന്റ് ഇതാണ്. To keep the privacy, human dignity during the treatment. എപ്പോഴും നമ്മളെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രൈവസി അല്ലെ, അവരുടെ സ്വകാര്യത എപ്പോഴും ഉറപ്പുവരുത്തണം അല്ലെ. അതുപോലെ ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നൊക്കെ പറയുമ്പോൾ മഹാത്മ്യം എന്നതിനുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യൻസിനോടും അത്രയും റെസ്പെക്റ്റഡ് ആയിട്ട് വേണം അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട്. വെച്ചാൽ അവരോട് ഒരു തരത്തിലും മിസ്ബിഹേവ് ചെയ്യാനൊന്നും പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ വേണം നമ്മൾ അവർക്ക് വളരെ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ വേണം അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതോടൊപ്പം അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം അല്ലെ, ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ആരുറപ്പുവരുത്തണം? അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് അവരോട് ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ അവർക്ക് നമ്മൾ പരിചരണങ്ങൾ കൊടുക്കണം. മനസ്സിലായി? ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പേഷ്യൻസിനോടൊക്കെ മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യാറില്ലേ, മിസ്ബിഹേവ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനൊന്നും ചെയ്യാൻ പാടില്ല. അവരോട് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ പെരുമാറണം, അവരോട് റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറണം. തിരിച്ച് നമ്മളും അവരോട് റെസ്പെക്ട് ആയിട്ട് പെരുമാറണം അല്ലെ. നമ്മൾ പറയില്ലേ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ പറയാം. നമ്മൾ റെസ്പെക്ട് കൊടുക്കുക, തിരിച്ച് അതുപോലെ റെസ്പെക്ട് നമ്മൾ വാങ്ങുക അല്ലെ. ആ ഒരു പോളിസി ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. ആമ്പിൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച്, മതിയാവോളം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ആമ്പിൾ, ഓക്കെ, ആവശ്യത്തിനനുസരിച്ച്, മതിയാവോളം എന്നൊക്കെ കേട്ടോ. അടുത്തതാണ് 6ാമത്തെ പോയിന്റ്. ഇതാണ്
to non-discrimination about the treatment and behavior on the basis of diseases like HIV. അറിയാലോ, അതായത് HIV പോലെയുള്ള അസുഖത്തിന്റെ പേരിൽ ഒരിക്കലും അവരോടുള്ള ട്രീറ്റ്മെന്റിലോ പെരുമാറ്റത്തിലോ ഒരു തരത്തിലുള്ള വിവേചനം ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേചനമാണ്, നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത് കേട്ടോ. about the treatment and behavior on the basis of diseases like HIV. HIV പോലെയുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകളുണ്ട്, അവരോടുള്ള ട്രീറ്റ്മെന്റിലായിക്കോട്ടെ അവരോടുള്ള പെരുമാറ്റത്തിലും, അല്ല അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രീറ്റ്മെന്റിൽ മാത്രമല്ല അവരോടുള്ള പെരുമാറ്റത്തിലും യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അടുത്തത് 7ാമത്തെ പോയിന്റ് എന്താണ്? to try to find redressal in case of grievance based on the services provided by the establishment. ഓക്കെ, റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. റിഡ്രസൽ എന്ന് വെച്ചാൽ പരിഹാരം എന്നുള്ള അർത്ഥമാണ്. ഗ്രീവൻസ് എന്താണ്? പരാതികളാണ് കേട്ടോ, കംപ്ലൈന്റ്സ് ആണ്. അതായത് ആ ഒരു ഡയാലിസിസ് സേവനങ്ങള് അല്ലെങ്കിൽ ആ ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വരുവാണെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനുള്ളതും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കുന്നത്. ക്ലിയർ ആയോ പോലെയുള്ള എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്? 7 പോയിന്റ്സ് ആയിരുന്നു. ഒന്നാമത്തെ പറഞ്ഞത് നമ്മൾ എന്താണ്? ഒരു രോഗിക്ക് അവരുടെ നേച്ചർ അല്ലെ, നേച്ചർ ഓഫ് ഡിസീസ്, അവരുടെ കോസ് ഓഫ് ഇൽനെസ്, അതുപോലെ അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ട്കംസ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാത്തിനെയും പറ്റി മതിയാവോളം ഇൻഫർമേഷൻസ്, ആവശ്യത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ പേഷ്യന്റിന് അവരുടെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ എക്സ്പെക്ടഡ് കോസ്റ്റിനെ പറ്റിയിട്ട് അവരോട് ഡിസ്കസ് ചെയ്തിരിക്കണം. അതുപോലെ എന്ത് ടെസ്റ്റുകളും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിന്റെ കൺസെന്റ്, സമ്മതം അവിടെ നൽകിയിരിക്കണം കേട്ടോ. പിന്നെ എന്താണ്? നമുക്കൊരു പേഷ്യന്റിന് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ, മറ്റൊരു ഡോക്ടറിൽ നിന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, മീൻസ് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകള്, മറ്റൊരു ഇൻഫർമേഷൻസ് ഒക്കെ നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താണ്? എപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് പരിചയങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രൈവസി അല്ലെ, അവരുടെ ആ ഒരു അവരോട് എപ്പോഴും റെസ്പെക്റ്റഡ് ആയിട്ട് പെരുമാറുക, അവരുടെ ഒരു പ്രൈവസി അവിടെ ഉറപ്പുവരുത്തുക കേട്ടോ. പിന്നെ ഒരിക്കലും HIV ഒക്കെ പോലെയുള്ള അത്തരം അസുഖബാധിതരായിട്ടുള്ള ആളുകളോട് ട്രീറ്റ്മെന്റിലായിക്കോട്ടെ പെരുമാറ്റത്തിലായിക്കോട്ടെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ അതിന്റെ പരിഹാരം കാണുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞതൊക്കെ റൈറ്റ്സ് ആണ്, അവരുടെ അവകാശങ്ങളാണ്. അതൊക്കെ അവിടെ കീപ്പ് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും എന്താണ്? അവകാശ ലംഘനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അഡ്മിനിസ്ട്രേഷൻ നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളൊക്കെ അവര് കാണണം കേട്ടോ. ഇത്രയും മനസ്സിലാക്കാം. ക്ലിയർ ആയോ പോയിന്റുകൾ? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, വായിച്ചു നോക്കണോ? ഞാനീ ഒരു മിനിറ്റ് എടുത്ത് വായിച്ചു നോക്കിക്കോട്ടെ. 7 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്ക്. ക്ലിയർ ആയോ നോക്ക് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. രോഗികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ ഒരു ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പ്രൊവൈഡ് ഇൻഫർമേഷൻ അല്ലെ. പ്രൊവൈഡ് ഇൻഫർമേഷൻ, നമ്മൾ ആ വിവരങ്ങള് നല്ല രീതിയിൽ തന്നെ ഡോക്ടേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യുക അല്ലെ. നമ്മൾ പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞു ഡോക്ടേഴ്സിനോടും വക്കീലന്മാരോടും കള്ളം പറയരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ പ്രൊവൈഡ് ഇൻഫർമേഷൻ, നമ്മുടെ എല്ലാ വിവരങ്ങളും, നമ്മുടെ ഒരു എന്താ പറയാ സീക്രട്ടിന്റെ കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും അസുഖത്തെ പറ്റിയിട്ട് നമ്മൾ തുറന്ന് തന്നെ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം, ഡോക്ടേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ മറ്റൊക്കെ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ
പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ. ആർക്ക് പ്രൊവൈഡ് ചെയ്യാം? നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനോട് നമ്മുടെ രോഗവിവരങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹാബിറ്റുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ, പ്രൊവൈഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാല് അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്. അതായത് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്താണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ്, എക്സാമിനേഷൻ, ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സും എക്സാമിനേഷനും ഒക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് സഹകരിച്ച് പോകുക, സഹകരിച്ച് പ്രവർത്തിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നിരാകരിക്കാതെ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അവരുമായിട്ട് സഹകരിക്കാം, കോപ്പറേറ്റ് ചെയ്ത് പോവുക കേട്ടോ. ഇതൊക്കെ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എന്താണ്? അവൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അവൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്താണ്? പാലിക്കുക. ഓക്കെ, അവൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഡോക്ടേഴ്സ് തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. ഓക്കെ, പിന്നെന്താണ്? പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. എന്താണ്? പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കൃത്യസമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ബില്ലുകളും മറ്റുമൊക്കെ പേ ചെയ്യുക കേട്ടോ. അധികം വെച്ചാൽ അത് കറക്റ്റ് സമയത്ത് തന്നെ അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓൺ ടൈം തന്നെ നമ്മൾ പരമാവധി പേയ്മെന്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അടുത്ത പോയിന്റ് എന്താണ്? റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതാണ് റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് കേട്ടോ. ഡോക്ടേഴ്സിന്റെയും മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളോടും നമ്മൾ വളരെ റെസ്പെക്ട് ആയിട്ട് പെരുമാറാം. നൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞ കുലീനത എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്താ വെച്ചാൽ ഡോക്ടേഴ്സ് ആണ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളാണ്, അത്രയും എന്താ പറയാ, അവരോട് നമ്മളും നല്ല റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പെരുമാറുക കേട്ടോ. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരെ മാനിക്കാം. ഓക്കെ, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പെരുമാറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒരിക്കലും അവരുമായിട്ട് മോശം രീതിയിൽ സംസാരിക്കോ അല്ലെങ്കിൽ അവരോട് കൈയേറ്റം ചെയ്യുക അങ്ങനെയൊന്നും പെരുമാറരുത്. റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ പെരുമാറും കേട്ടോ. ഓക്കെ, ഇത് പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് പറയുമ്പോൾ തിരിച്ച് അവരും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളോട് പെരുമാറുന്നത്. അതുകൂടെ നോക്കണേ. നമ്മൾ മാത്രം പെരുമാറിയ പോലെ തിരിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു ബിഹേവിയർ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. മനസ്സിലാകേണ്ടതുള്ളല്ലേ? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എക്സാമിനേഷൻ മീൻസ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഡോക്ടേഴ്സ് ആയിട്ട് സഹകരിക്കുക. അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. സമയത്ത് തന്നെ പരമാവധി പേയ്മെന്റ്സുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കുക. ഡോക്ടേഴ്സിന്റെ ഹോസ്പിറ്റൽ സ്റ്റാഫുകളോട് റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ പെരുമാറുക. ഓക്കെ, ദെൻ അടുത്തത് ഡയറ്റ് അവസാന കാലത്തോട്ട് നമ്മൾ കണക്കാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ കേട്ടോ. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നേക്കുന്നത്, അതായത് താഴെ തന്നിരിക്കുന്നവരുടെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നത് എന്താണ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അത് ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ആ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ. ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പേഷ്യൻസിന്റെ ഡയാലിസിസും മറ്റും ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും സേഫ് പേഷ്യൻസ് എപ്പോഴും സേഫ്, അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ അവരുടെ സേഫ്റ്റി, അതുപോലെ അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം, അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ ക്ലിനിക്കൽ ടീം ഏറ്റവും ഉയർന്ന പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. ഒരു രോഗിക്ക് അവരുടെ സേഫ്റ്റി നോക്കണം അല്ലെ, അവരുടെ വെൽബീയിങ്, അവരുടെ ക്ഷേമം നോക്കണം, അവരുടെ കംഫർട്ട് അല്ലെ, അതുപോലെ അവരുടെ നീഡ്സ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിനെല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കെയറിൽ ഏറ്റവും എന്താ പറയാ ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം അവർക്ക് ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് ഡയാലിസിസ് ടീം ഏറ്റവും നല്ല പരിചരണം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ആര് ഉറപ്പുവരുത്തണം? ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി.
രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, examines and solves the problems that fall outside of the domain of the nurse, clinician concerning patient care and management and associate with the other departments and care providers. ഒന്നുകൂടെ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. Examines and solves the problems that fall outside of the domain of the nurse, clinician concerning patient care and management and associate with the other departments and care providers. അതായത് നമ്മുടെ രോഗികളുടെ കെയർ അല്ലെ, പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന ഡോക്ടർ, നഴ്സ്, അവരുടെ ആ ഒരു തലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസുകൾ. ക്ലിനിക്കൽ ഇഷ്യൂസ് മാത്രമല്ല, ക്ലിനിക്കൽ ഇഷ്യൂസ് ഓക്കെ അത് ശരിയാക്കാൻ പറ്റും, പക്ഷെ നോൺ ക്ലിനിക്കൽ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ലേ? ഒരു പക്ഷെ ഇപ്പൊ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കാം അവർക്ക്, അങ്ങനെയൊക്കെ വരാമല്ലോ. അതായത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നഴ്സ്, ഡോക്ടർ അവരുടെ തലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നോൺ ക്ലിനിക്കൽ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വിലയിരുത്തി അത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു പിന്തുണ ആര് കൊടുക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ കൊടുക്കണം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം പേഷ്യൻസിന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയാലിസിസ് നടക്കുന്ന പേഷ്യൻസ് ചിലപ്പോൾ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അപ്പൊ വീട്ടിൽ നിന്ന് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഒരുപാട് പല പല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം, സൊസൈറ്റിയിൽ നിന്ന് പല ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അതൊക്കെ നോൺ ക്ലിനിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ആര് കൊടുത്തിരിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ കൊടുത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുകളായിരിക്കാം, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും മറ്റു പല കെയർ പ്രൊവൈഡേഴ്സുമായിട്ടും എന്ത് ചെയ്യണം? അസോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് പേഷ്യന്റിന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു പിന്തുണ ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. Okay, clear ആയതാണ് കേട്ടോ പോയിന്റ്. Examines and solve the problems that fall outside of the domain of the nurse, clinician and concerning patient care and management and associated with the other departments and the care providers. Okay, clear ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, gather, assess, screen and respond to a wide range of requests for the information from patients and the other staff who represent different levels of the organization. Gather, assess, screen and respond to a wide range of requests for the information from the patients and other staff who represent the different levels of the organization. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്? ഹോസ്പിറ്റൽ ആവാം, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ആവാം, അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു ക്ലിനിക്കൽ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പേഷ്യൻസ് ആയിക്കോട്ടെ, അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? വിവരങ്ങൾ ഗ്യാദർ ചെയ്യുക, അല്ലെ? ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കളക്ട് ചെയ്യുക, അല്ലെ? അവരിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ച് അത് കൃത്യമായിട്ട് അസസ് ചെയ്യുക, അത് വിലയിരുത്തുക, അതുപോലെ തന്നെ അതെല്ലാം കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? റെസ്പോണ്ട് ചെയ്യാം. കാര്യം നമുക്കറിയാം, കെയർ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അപ്പൊ ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്കിടയിൽ ഉണ്ടാവുന്നതും പേഷ്യൻസിനിടയിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് അത് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് റെസ്പോൺസ് അവർക്ക് കൊടുത്തിരിക്കണം, റെസ്പോണ്ട് ചെയ്തിരിക്കണം. എസ് എ ഡയാലിസിസ് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, helps in the development and implementation of the discharge plans, including apt community services. ഇതാണ് പറയുന്നത്, helps in the development and implementation of the discharge plans, including apt community services. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്തു പോകുന്ന പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ
ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കാം. ഓക്കെ, എന്നിട്ടത് എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ. അതായത് ഇപ്പൊ ഡയാലിസിസ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ട്, അവര് ഡയാലിസിസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവര് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ അതിനുശേഷവും അവർക്കൊരു പരിചരണം അവിടെ കിട്ടണം. അപ്പൊ അതിനാവശ്യമായിട്ട് ചിലപ്പോൾ ഒരു ഹോം ഡയാലിസിസ് സർവീസുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡയാലിസിസ് റീഹാബിലിറ്റേഷൻ സെന്ററുകളൊക്കെ അവർക്ക് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൊക്കാലിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സേവനങ്ങളുടെ കൂടെ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക അവരെ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങളും കൂടെ ലഭിക്കുന്ന രീതിയിൽ ഒരു ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനൊക്കെ ആയിട്ട് സഹായിക്കുക. അപ്പൊ ആ ഡയാലിസിസ് ചെയ്തു പോയി കഴിഞ്ഞാലും അവർക്ക് ഒരു തുടർ പരിചരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് എത്രയും എന്താണ് പരിചരണം ആവശ്യമായുള്ള പേഷ്യൻസ് ആണല്ലോ, അപ്പൊ അവർക്ക് ആ ഒരു തുടർ പരിചരണം കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട കമ്മ്യൂണിറ്റി സേവനങ്ങൾ. ഇപ്പൊ നമുക്കറിയാം പേഷ്യൻസ് ഒക്കെ നിൽക്കുന്ന ആദ്യത്തെ എന്താ പറയാ ഹെൽത്ത് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെയുള്ള സേവനങ്ങളും കൂടെ കിട്ടണം. അതേ രീതിയിൽ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിനെ സഹായിക്കുക കേട്ടോ. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. അല്ലാണ്ട് അവരുടെ ചികിത്സ എന്ന് പറയാൻ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അതിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്കും അവർക്ക് സേവനങ്ങൾ കിട്ടണം. ആ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വിടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Helps in the development and implementation of the discharge plans, including active community services. Okay, clear ആണല്ലോ. അടുത്ത പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, assist with the insurance issues required to get the outpatient dialysis services through communication with the facilities verification process. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഈ ഡയാലിസിസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇപ്പൊ മിക്ക പേഷ്യൻസിന് എന്തുണ്ടാവും, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പൊ നമ്മൾ വലിയ വലിയ ട്രീറ്റ്മെന്റുകൾ ചെലവുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ ഈ പറയുന്ന ഔട്ട്പേഷ്യന്റ് ഡയാലിസിസ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഷുറൻസ് ഇഷ്യൂസുകൾ, ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ പരിഹരിക്കുന്നതിനുള്ള, അതിനുവേണ്ടി അവരെ സഹായിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഡയാലിസിസ് കോർഡിനേറ്റർക്ക് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട്പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റി. ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരിക്കും അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരിക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻഷുറൻസിന്റെ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങള്, പിന്തുണകളൊക്കെ കൊടുക്കാന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് എ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ശ്രദ്ധിക്കാം, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് എ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് പേഷ്യന്റിന് ഏറ്റവും നല്ല പരിചരണം കൊടുക്കണം അല്ലെ. പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലെ എല്ലാ മേഖലകളിലുമുള്ള ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് വേണം, ആ ഒരു ഗോൾ ഡയറക്റ്റഡ്, ദാറ്റ് മീൻസ് ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കാം. അതായത് പേഷ്യൻസിന് ഏറ്റവും നല്ല പരിചരണം കൊടുക്കണം, എല്ലാ രീതിയിലും അവർക്ക് നല്ല പരിചരണം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കാം, അവർക്ക് സേവനങ്ങൾ കൊടുക്കാം. ഇപ്പൊ തന്നെ നമ്മൾ ഡയാലിസിസ് പഠിച്ചില്ലേ, ഡയാലിസിസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒരു നെഫ്രോളജിസ്റ്റിന്റെ ഒരു എന്താ പറയാ ആ ഒരു സഹായം മാത്രമല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മളിപ്പോ ഫിസ്റ്റുല ഗ്രാഫ്റ്റ് അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വെയിനും മറ്റൊക്കെ കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റേഡിയോളജിസ്റ്റിന്റെ സഹായം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ അവരൊരു വേറൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അപ്പൊ നമ്മൾ നെഫ്രോളജിസ്റ്റിന്റെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കിഡ്നി പ്രോബ്ലംസ് വന്ന ആളുകൾ അവര് കഴിക്കേണ്ട അവർക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ്, റീനൽ ഡയറ്റ് പോലുള്ള ഫുഡൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ആരാ? ഡയറ്റീഷ്യൻ. അദ്ദേഹം വേറൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അങ്ങനെ നമ്മള് പല മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള മറ്റു പല പ്രൊഫഷണലുകളുടെയും സഹായം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ അവരുമായിട്ട് എല്ലാം കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താ? പേഷ്യന്റിന് ഏറ്റവും നല്ല സേവനം കൊടുക്കുക
ഉണ്ടാക്കുക അല്ലെ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ പെട്ട ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഗോൾ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കാം. പിന്നെന്ത് വേണം? works eagerly to maximize the effectiveness of a resource utilization. അതുപോലെ അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും ഏറ്റവും ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുക. റിസോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് റിസോഴ്സസ് ഉണ്ട്, അതല്ലാണ്ട് എക്യുപ്മെന്റ്സ് ഉണ്ട്, ഒക്കെ റിസോഴ്സസ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. എല്ലാ വിധത്തിലുമുള്ള റിസോഴ്സുകളെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ആര് പ്രവർത്തിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ പ്രവർത്തിക്കണം. ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? പേഷ്യൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി. ഓക്കെ, അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് തന്നിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. എന്താണ്? ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി. ഓക്കെ, ആ ഒരു ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ട്, അതൊക്കെ ഡയാലിസിസ് സെന്റർ ആവാം, ഹോസ്പിറ്റൽ ആയിരിക്കാം, അവിടേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു വരുന്നതിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. അവർക്ക് അങ്ങോട്ട് പോകാനും ഡയാലിസിസിന് വരാനും തിരിച്ചു പോകാനും വേണ്ട എല്ലാവിധ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും, ഓക്കെ, വാഹന സൗകര്യങ്ങളായിക്കോട്ടെ, എന്താന്ന് വെച്ചാൽ ആ സൗകര്യങ്ങളൊക്കെ ആര് അറേഞ്ച് ചെയ്ത് കൊടുക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? മോണിറ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ, അതായത് രോഗി സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം, ഒബ്സർവ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്ത് വെക്കാം, അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. അവരെ എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഫയലുകളിൽ, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ അവരെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാം. പിന്നെ എന്താണ്? പ്രിപ്പയേഴ്സ് ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം എന്നാണ് കേട്ടോ. ഫയൽ സിസ്റ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഫയൽ സിസ്റ്റം എന്നാണ് കേട്ടോ. ഒന്ന് വായിക്കാം. പ്രിപ്പയേഴ്സ് ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ്സ് ദ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റംസ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വിവരങ്ങൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. പേഷ്യന്റിന്റെ ഫയലുകള്, അവരുടെ റെക്കോർഡ്സുകൾ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടാവും പേഷ്യന്റിന്റെ അല്ലെ, അത്തരം മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ തയ്യാറാക്കുക, ഫയൽ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് പണ്ടത്തെ പോലെയല്ല, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും എന്താണ്, നമ്മളെല്ലാം സിസ്റ്റം വൈസിലാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഫയലുകൾക്ക് എഴുതി സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെ. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോ എല്ലാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാത്തിനും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അത് വളരെ സേഫ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിവരങ്ങള് വളരെ സേഫ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല, പണ്ടത്തെ പോലെ ഫയലുകൾക്ക് എഴുതി വെക്കുകയാണെങ്കിൽ കടലാസൊക്കെ കീറി പോകാനൊക്കെയുള്ള ചാൻസ് ആണ് കൂടുതലാണ്. ഇന്ന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, റിട്രീവ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ, നമുക്ക് പെട്ടെന്ന് വീണ്ടെടുക്കാനും മറ്റുമൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു രോഗി സംബന്ധമായിട്ടുള്ള എല്ലാ ഫയലുകളും, മെഡിക്കൽ റെക്കോർഡ്സുകൾ, ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. എപ്പോഴും നമുക്ക് ഈസിലി ആക്സസബിൾ ആകുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ ആര് ചെയ്യണം? ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യണം. പ്രത്യേകിച്ച് ഡയാലിസിസ് പേഷ്യൻസിന്റെ സംബന്ധമായിട്ടുള്ള ഫയലുകളും മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് കേട്ടോ. പിന്നെ പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് to discuss the schedule, patient requirements and continue the improvement efforts or reminders. അതായത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ഡെയിലി റൗണ്ട്സ് നടത്തണം. അതായത് പേഷ്യൻസിന്റെ അടുത്ത് ചെല്ലണം, ഡെയിലി റൗണ്ട്സ് നടത്തണം. അവരുടെ ഷെഡ്യൂൾ, അവർക്ക് ഓരോരുത്തർക്കും പേഷ്യൻസിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാവുമല്ലോ. ആഴ്ചയിൽ ഇത്ര ദിവസം ഡയാലിസിസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഷെഡ്യൂളുകൾ എന്താ പറയുക, ഡിസ്കസ് ചെയ്യാനായിട്ട് അവരുമായിട്ട് മീറ്റ് ചെയ്യണം, ഡെയിലി റൗണ്ട്സ് നടത്തണം. അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ്, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കണം.
ആൻഡ് കണ്ടിന്യൂ ദ ഇംപ്രൂവ്മെന്റ് എഫേർട്സ് ആൻഡ് റിമൈൻഡേഴ്സ്. നിങ്ങൾക്ക് അത് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന സേവനങ്ങൾ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫർട്ടുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കാം അല്ലെ, ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവരെ ഓർമ്മപ്പെടുത്താം. ഇന്ന ദിവസം ഇന്ന ട്രീറ്റ്മെന്റിന്റെ ഷെഡ്യൂൾ ചെയ്ത ടൈമൊക്കെ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തിരിക്കണം, ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്തിരിക്കണം. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാ പോയിന്റും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ എന്താണ് സെക്കൻഡ് പോയിന്റ് അഞ്ജലിക്ക് മനസ്സിലായിട്ടാ. ഇതായിരുന്നു സെക്കൻഡ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു, എക്സാമിൻസ് ആൻഡ് സോൾവ് ദ പ്രോബ്ലംസ് ദാറ്റ് ഫാൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമെയിൻ ഓഫ് ദ നഴ്സ് ക്ലിനിഷ്യൻ കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് നമ്മൾ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാന്ന് വിചാരിക്കുക. ഇപ്പൊ ക്ലിനിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡോക്ടർമാര് നഴ്സുമാര് അവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ എന്താണ്, ഇപ്പൊ ഒരു രോഗിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോൺ ക്ലിനിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം, സോഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകും, അങ്ങനെയൊക്കെ വരാമല്ലോ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുള്ള എന്താ പറയാ നടപടികൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, അതാണ് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ്. ക്ലിനിക്കൽ പ്രശ്നങ്ങൾ മാത്രമല്ല, പേഷ്യന്റിന് നേരിടേണ്ടി വരുന്ന നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും അവർ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അറ്റൻഡൻസ് ഡെയിലി റൗണ്ട്സ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെയിലി റൗണ്ട്സ് നടത്താം. ഡയാലിസിസ് കോർഡിനേറ്റർ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിലെ അവരുടെ അടുത്ത് ഡെയിലി പോകണം, അവരുടെ അടുത്ത് ഡെയിലി പോകണം, അവരായിട്ട് മീറ്റ് ചെയ്യണം, അവരായിട്ട് സംസാരിക്കണം, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ മനസ്സിലാക്കണം അല്ലെ. അതിന് എന്ത് വേണം, അവരുടെ അടുത്ത് നേരിട്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അറ്റൻഡൻസ് ഡെയിലി റൗണ്ട്സ്, മീറ്റിംഗ്സ് ടു ഡിസ്കസ് ദ ഷെഡ്യൂൾ, പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ദ ഇംപ്രൂവ്മെന്റ് എഫർട്സ് ഓർ റിലവൻസ്. ഓക്കെ, ക്ലിയർ? അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ പഠിച്ച് ക്ലാസ് കേട്ട് പഠിച്ച് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് വന്നിട്ടുണ്ട്. ഡയാലിസിസ് എന്നാണ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയത് 1940s. അതുപോലെ തന്നെ ഡയാലിസിസ് ഡ്യൂറേഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ബോഡി വെയിറ്റ് ഓർമ്മയുണ്ടല്ലോ, ബോഡി വെയിറ്റ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, പിന്നെ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, അങ്ങനെ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ESKD, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഷോർട്ട് ഫോംസ് അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കാം. ഹീമോഡയാലിസിസ് എന്താണ്, അതുപോലെ എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്, അത് 3 ടൈപ്പ് ഉണ്ട് അല്ലെ, ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, പിന്നെന്താ വാസ്കുലർ ആക്സസ് കത്തീറ്റർ, അതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫിസ്റ്റുല ചെയ്തിട്ട് 3-4 മാസങ്ങൾ എടുക്കും അത് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഗ്രാഫ്റ്റ് ആണെങ്കിൽ 3-4 ആഴ്ചകൾ കേട്ടോ, ആഴ്ചകളാണ് എടുക്കുന്നത്. നെഫ്രോളജിസ്റ്റ് ആരാണ്, പിന്നെ നമ്മുടെ എന്താ പറയുക ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആരാണ്, അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ്, എന്താ വ്യത്യാസം? ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. അത് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, മെഷീൻ രണ്ടാമത് എല്ലാം CAPD, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ 2ന്റെ സൈഡ് ഇഫക്ട് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. HDയുടെയും PDയുടെയും സൈഡ് ഇഫക്റ്റുകൾ. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തം, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങള്, ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയൊക്കെയുള്ള പഠിക്കാനായിട്ട് കേട്ടോ. അത് നല്ലപോലെ നോക്കണം. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ ഈ ചാപ്റ്റർ? മനസ്സിലായില്ലേ? പുതിയൊരു ചാപ്റ്റർ തുടങ്ങണ്ടേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതായത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്.
രണ്ടാമത്തെ മൊഡ്യൂളിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കത് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർക്കാം കേട്ടോ. അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ ഹോസ്പിറ്റൽ, അവിടെ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുമെന്ന് തോന്നും അല്ലെ. ആ ഇൻഫെക്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അത് തന്നെ, അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധയാണ് കേട്ടോ. അപ്പോ അതിന് നമ്മള് വേറൊരു പേരും കൂടെ പറയും, അത് നോട്ട് ചെയ്ത് വെക്കണം. എന്താണെന്നറിയാമോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് ഇത് പറയാ. എന്താണ് പറയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയാ. പഠിച്ചു വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധകളാണ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണിത് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അപ്പൊ നമ്മളിനി അങ്ങനെ പറയുള്ളൂ കേട്ടോ, നോസോകോമിയൽ ഇൻഫെക്ഷനെ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പൊ ആ വാക്ക് നമുക്ക് അധികം ഫെമിലിയർ അല്ല, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? അപ്പൊ എന്റെ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. അത് തന്നെ, നോസോകോമിയൽ മീനിങ് അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നോസോകോമിയൽ മീനിങ് എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധ. അതിനെയാണ് മറ്റൊരു പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്? അതൊരു ലാറ്റിൻ വാക്കാണ് കേട്ടോ, ഒരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നോസോ, ശരിക്കും പറഞ്ഞാൽ നോസോ എന്ന വാക്കിന്റെ അർത്ഥം രോഗം എന്നാണ്. നോസോ എന്ന വാക്കിന്റെ അർത്ഥം രോഗം എന്നാണ്. കോമിയൽ എന്ന വാക്കിന്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ്. അതായത് രോഗത്തെ ശുശ്രൂഷിക്കുന്ന സ്ഥലം. രോഗത്തെ ശുശ്രൂഷിക്കുന്ന സ്ഥലം ഏതാ? ഹോസ്പിറ്റൽ ആണല്ലോ. ഓക്കെ, അപ്പൊ അത് തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോ സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു രോഗി എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ആശുപത്രിയിൽ നിന്നും അവർക്ക് രോഗബാധ ഉണ്ടാകാണ്. ഓക്കെ, ആശുപത്രിയിൽ നിന്നും അവർക്ക് രോഗബാധ ഉണ്ടാകാണ്, അണുബാധ ഉണ്ടാവുകയാണ്. ഈ അണുബാധ മറ്റു പല അസുഖങ്ങൾക്കും കാരണമാവും. ഓക്കെ, അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാല് നമ്മുടെ രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും അവർക്ക് രോഗബാധ ഉണ്ടാകാണ്, അല്ലെങ്കിൽ അണുബാധ ഉണ്ടായിട്ട് അത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. അതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് ആ പേരില് ഹോസ്പിറ്റൽ അക്വയർഡ് എന്ന് പറഞ്ഞത്. അക്വയർഡ് എന്ന് വെച്ചാൽ എന്താ? ആർജിക്കുക എന്നുള്ളത്. ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്നാണ് ഇവർക്ക് ഈ അസുഖം വരുന്നത്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് കേട്ടോ. പിന്നെ സാധാരണഗതിയിൽ നമ്മളതൊരു സമയം വെച്ചിട്ടാണ് പറയാം. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും കേൾക്കുക കേട്ടോ, ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ സമയം വെച്ചിട്ടാണ് ഇത് സാധാരണഗതിയിൽ പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 48 മണിക്കൂറിന് ശേഷമാണ്, 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ചില രോഗികളുടെ കേസിൽ എന്താന്ന് വെച്ചാല് ആശുപത്രിയില് ഉള്ള സമയത്ത് യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? അതായത് ആശുപത്രിയിൽ ഇടുന്നത് വരെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ശരീരത്തിൽ എന്തുണ്ടാവും? രോഗാണു പ്രവേശിച്ചിട്ടുണ്ടാവും. ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഏകദേശം ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. മനസ്സിലാക്കുക. സമയം വെച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞ് ഒരു 48 അവേഴ്സിന് ശേഷം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ രോഗി ആശുപത്രിയിൽ ഉള്ള സമയത്ത് വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം ഇത്തരം ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയും. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കില്ലേ, സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് അവർക്ക് ഏകദേശം ഒരു 30 ദിവസങ്ങൾ വരെയൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ഈ സർജറി കഴിഞ്ഞ ഭാഗത്തൊക്കെ എന്തുണ്ടാവും? പഴുപ്പുണ്ടാവാം, പസ് പോലെ വരെ ചുവന്ന് തളിക്കാം. പിന്നെ അതിനെ തുടർന്ന് പനിയൊക്കെ വരികയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൂടിയും അതിന് നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം.
അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ വേറൊരു പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല, ഈ ഒരു അസുഖം ഉണ്ടായിരിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ ഒരു അസുഖം വരുന്നത് കേട്ടോ. പിന്നെ ഈ അസുഖം വരിക എന്ന് പറഞ്ഞാൽ അത് രോഗികൾക്ക് മാത്രമല്ല, ഈ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനും എന്തിന് അറ്റൻഡേഴ്സിന് വരെ ഈ പറയുന്ന ഇൻഫെക്ഷൻ ബാധിക്കാം. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, അങ്ങനെ ഒരു ഇൻഫെക്ഷനെ പറ്റിയിട്ട് നമ്മൾ അധികം കേട്ടിട്ടില്ല. ശരിക്കും ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ കുറച്ച് മാത്രമാണ്. 30% ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ ചുരുക്കം മാത്രമാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ പറയുന്ന CSST അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ക്ലീനിങ് ആണ് ഹോസ്പിറ്റൽ, എപ്പോഴും എല്ലാ സമയത്തും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയോ? മനസ്സിലായോ എന്താന്നുള്ളത്? ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്? എങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും മൈക്രോ ഓർഗാനിസംസ് ആണ്, അണുക്കള്. അതായത് നമ്മുടെ ഈ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പിന്നെ പറയുന്ന പാരസൈറ്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതുമൂലമാണ് നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിപ്പോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഇത്തരം അണുബാധ നമുക്ക് വരാം. അതുകൂടാതെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ ചിലതരം ഫംഗസുകൾ, ചില പാരസൈറ്റ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുണ്ട്. അപ്പൊ അതുമൂലവും നമുക്ക് എന്ത് സംഭവിക്കാം? ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. അല്ലാണ്ട് പുറത്തുനിന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ചില ഫംഗസുകൾ, പാരസൈറ്റ്സ്, അതുമൂലവും നമുക്ക് ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മൾ എൻഡോജനസ് എന്നാണ് പറയുന്നത്. എൻഡോജനസ് എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് തന്നെ ഉള്ള അണുക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ പൊതുവെ നമ്മുടെ ശരീരത്തിന് ഇത്തരം അണുക്കളെ പ്രിവെന്റ് ചെയ്യാനുള്ള തടസ്സങ്ങൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലി അല്ലെ, അതൊരു ബാരിയറാണ്. അതുപോലെ നമ്മുടെ മൂക്കിനകത്തുള്ള എന്താ പറയാ കവറിങ്സുകള്, പിന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ഒക്കെ ഉണ്ടല്ലോ, കുടലിലേക്കുള്ള കവറിങ്ങുകള്, അതൊക്കെ ഇത്തരത്തിലുള്ള അണുക്കളെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒരു കവറിങ്സുകൾ ഉണ്ട്. ഇത്തരം കവറിങ്സ് ഇങ്ങനെയുള്ള അണുക്കളെയൊക്കെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാല് നമ്മൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത്, അപ്പോഴാണ് നമുക്ക് ഈ അണുബാധ ഉണ്ടാകുന്നത്. നമ്മൾ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്യൂബുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, IV കാനുലയൊക്കെ വെച്ച് നമ്മൾ ചെയ്യാറില്ല, IV ആന്റിബയോട്ടിക്സ്. അപ്പൊ ട്യൂബുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മൂക്കിലൂടെ ആണെങ്കിൽ ചിലപ്പോ നേസൽ കാനുല ഉപയോഗിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ, ഹാർട്ടിന്റെ സർജറികൾ നടക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്നാൽ യൂറിനറി ട്രാക്റ്റിലൂടെ കാത്തീറ്ററുകളൊക്കെ അകത്തേക്ക് കയറ്റി വിടും. അതുപോലെ നമ്മളിപ്പോ പഠിച്ച ഡയാലിസിസ് ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ട്യൂബുകളും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ ബാരിയറുകളൊക്കെ നമ്മളവിടെ ഇല്ലാതാക്കിയാണ് അല്ലെ. അങ്ങനെ ചെയ്യുന്നുണ്ടാവും ഈ ട്യൂബിലൂടെയൊക്കെ അണുക്കള് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറും. ഓക്കെ, നമ്മുടെ ശരീരത്തിനകത്ത് കയറുകയും പിന്നെ അതൊരു വലിയ അണുബാധയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വയസ്സ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കേട്ടോ. വയസ്സ്, അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി. ഇപ്പൊ വയസ്സായിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുക, അവരെ സംബന്ധിച്ച് അവർക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അവർക്ക് ഈ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുറെ നാളുകളോളൊക്കെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സ്റ്റേ ചെയ്ത രോഗികൾ ഉണ്ടാവില്ലേ, അവർക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നോസോകോമിയൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനെ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, ശ്രദ്ധിക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കുക കേട്ടോ. A hospital acquired infection is also known as a nosocomial infection. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ.
അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. അത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഇസ് ആൾസോ നോൺ ആസ് എന്താണ് പറയുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്? എവിടെ നിന്നാണ് ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്? അതും ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ് നോസോകോമിയൽ ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കേട്ടോ. ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ. ഓക്കെ, ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. എന്താണ്? നോസോകോമിയോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഏത് വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? നോസോകോമിയൽ എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ വിച്ച് മീൻസ് എന്താണ് അതിന്റെ അർത്ഥം? ഹോസ്പിറ്റൽ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോസോകോമിയൽ, ദ വേർഡ് നോസോകോമിയൽ ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ലാംഗ്വേജ് ആണ് ഡിറൈവ് ചെയ്തത്? ലാറ്റിൻ ലാംഗ്വേജ് ആണ്, ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ലാറ്റിൻ വേർഡ്? നോസോകോമിയൽ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് നോസോകോമിയൽ? ഹോസ്പിറ്റൽ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷൻ that is acquired in a hospital or health care facility and it is also called health care associated infection. അപ്പൊ മറ്റൊരു പേര് കൂടെ കിട്ടി. എന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അതായത് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എന്തും പറയാം? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. അപ്പൊ 3 പേരുകൾ കേട്ടോ. ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അങ്ങനെ 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കൂടുതൽ നമ്മൾ പറയാ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് പറയാ കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories or എന്ത് കോള് കട്ടാവുന്ന ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ കട്ടാവുന്നുണ്ടോ? ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഒന്ന് അപ്പൊ ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ടേ ഒന്നും കൂടെ ഒന്ന് കയറി നോക്കുക കേട്ടോ. അതന്നെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. റേഞ്ചിന്റെ ഇഷ്യൂസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഒന്നുകൂടെ കയറി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഇതൊന്ന് പറഞ്ഞു നിർത്താം നമുക്ക്. സച്ച് എൻ ഇൻഫെക്ഷൻ മേ ബി അക്വയർഡ് ഇൻ ഹോസ്പിറ്റൽസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, നഴ്സിംഗ് ഹോംസ്, ഔട്ട്പേഷ്യന്റ് ക്ലിനിക്സ്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ മാത്രമല്ല, റീഹാബിലിറ്റേഷൻ സെന്ററുകള് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ റീഹാബിലിറ്റേഷൻ സെന്ററുകള്, നഴ്സിംഗ് ഹോംസുകള്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സുകള്, ലബോറട്ടറികൾ, അങ്ങനെ ഏത് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഓക്കെ, നമ്മൾ ചികിത്സയ്ക്കായിട്ട് പോകുന്ന ഏത് സ്ഥലത്തു നിന്നും നമുക്ക് എന്ത് വരാം? ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഇത്രയും മതി കേട്ടോ. ഇത്രയും ഭാഗം മതി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്താണ്? 3 ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ട്. 3 ടൈപ്പ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. 3 ടൈപ്പ് ഇൻഫെക്ഷനോ എന്താണെന്ന് മനസ്സിലായില്ല. 3 ടൈപ്പ് ഇൻഫെക്ഷൻ അല്ല, ഒറ്റ ടൈപ്പ് ഇൻഫെക്ഷനേ ഉള്ളൂ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതിന് പറയുന്ന 3 പേരുകളാണ് കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, 3 ടൈപ്പ് അല്ല കേട്ടോ. എല്ലാം ഒരൊറ്റ ടൈപ്പ്, പല പേരുകളിൽ അറിയപ്പെടുന്നത് മാത്രം കേട്ടോ. 3 നെയിംസ് അല്ലെ, 3 പേരുകളുണ്ട്. നോസോകോമിയൽ, എവിടെയെങ്കിലും നിങ്ങൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അതെന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധയാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ആരെങ്കിലൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാറുണ്ട് അല്ലെ. അപ്പൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. രോഗികൾക്ക് മാത്രമല്ല, കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ,
വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മിസ്. താങ്ക് യു.